നീ ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ സ്നേഹമിട്ട് കൊടുക്കുന്ന ആളായി മാറുക. അപ്പോൾ നീ ചെയ്യുന്ന അമൽ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള അമലായി മാറുന്നു. നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, സലാത്തുകൾ, ഇതെല്ലാം നാം ചെയ്യുന്നതോടൊപ്പം അത് നമ്മളിൽ എഫക്റ്റ് ആവേണ്ട, അതിൽ നമ്മളിൽ പ്രകടമാവേണ്ട, അതിൻ്റെ തഅ്സീർ നമ്മളിൽ ഉണ്ടാവേണ്ട ശൈലിയാണ് ഈ കേൾക്കുന്നത്. എന്ത്? മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന ആളായി മാറുക, മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ സുറൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം ഇട്ട് കൊടുക്കുന്ന ആളായി മാറുക. നമ്മളിലൂടെ ചില ആൾക്കാരെ കണ്ടാൽ തന്നെ നമുക്ക് വെറുപ്പായിരിക്കും. എന്താ കാരണം? മൂപ്പൻ എപ്പോഴും മനുഷ്യന്മാർക്ക് ദൂഷ്യവും ദോഷവുമല്ലാതെ ചെയ്യൂല, നന്മ ചെയ്യൂല. അങ്ങനെയുള്ള ആൾക്കാരില്ലേ? അവരെ നമുക്ക് കണി കണ്ടുകൂടാ. അവരെ കാണുമ്പോൾ നാം വഴിമാറി നടക്കും. ഇത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾക്കാരിൽപ്പെട്ടതാണ്. ഏത്? മനുഷ്യന്മാർക്ക് കാണുമ്പോൾ റസൂൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. എന്ത്? ഒരു വിഭാഗം. ഏത്? ആരാണവർ? ആരെങ്കിലും അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മഖാഫത ശർരിഹി, അവനിൽ നിന്നിട്ട് ദൂഷ്യം വന്നു പോകരുത്, അവൻ്റെ അപകടത്തിൽ നിന്നിട്ട് മോചനം ലഭിക്കണം എന്നത് മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കും. അങ്ങനെ സ്നേഹിക്കേണ്ടി വരുന്ന ഗതികേട് ചിലരുണ്ടായാൽ അവനാണ് ഗതികെട്ടവൻ. മനസ്സിലായില്ലേ? മനസ്സിലാകുന്നുണ്ടോ? ചില ആൾക്കാരെ നാം സ്നേഹിക്കൽ എന്തിനു വേണ്ടിയായിരിക്കും? അയാളിൽ നിന്നിട്ട് വരുന്ന ദൂഷ്യം നമ്മളിൽ തട്ടാതിരിക്കാൻ വേണ്ടിയായിരിക്കും. എന്നല്ലാതെ ഹൃദയത്തിൽ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാവില്ല. അത്രയും ദൂഷ്യം ചെയ്യുന്ന ആളായിരിക്കും അവർ. അത്രയും മനുഷ്യന്മാരെ ആക്രമിക്കുന്നവരും അവരോട് അനീതി കാട്ടുന്നവരും അവരോട് ക്രൂരതയോട് കൂടി പെരുമാറുന്നവരുമായിരിക്കും. മനസ്സിലായില്ലേ? ആ ഇനത്തിൽപ്പെട്ടാൽ റസൂല് പറയുന്നതായ അള്ളാഹ് ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്ന അമൽ ചെയ്ത ആളായി മാറൂല. അള്ളാഹ് ഇഷ്ടപ്പെട്ട അമൽ എന്ന അമൽ ചെയ്യുന്ന ആളായി മാറണമെങ്കിൽ നാം പരിശ്രമിക്കേണ്ടത് നമ്മുടെ സഹോദരനിൽ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ, നമ്മുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരായ മുസ്ലിങ്ങളിൽ, ഇവിടെ മുസ്ലിങ്ങൾ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടാ. മുസ്ലിങ്ങളിൽ, ആദ്യം അങ്ങനെയല്ല, മനുഷ്യന്മാർ എന്നാ പറഞ്ഞത്. ഇവിടെ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ എന്തിട്ട് കൊടുക്കണം? നമ്മളിലൂടെ എപ്പോഴും അവർക്ക് സന്തോഷമുണ്ടാവണം. നമ്മെ കണ്ടാൽ സന്തോഷം. ചില ആൾക്കാരെ കണ്ടാൽ തന്നെ സന്തോഷമായിരിക്കും. മൂപ്പര് പോയി കളയരുതെന്ന് നമുക്ക് തോന്നും. മൂപ്പര് നമ്മുടെ സദസ്സെന്ന് പോയി കളയരുത് എന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള സമീപനം, അങ്ങനെയുള്ള സ്വഭാവം, അങ്ങനെയുള്ള പെരുമാറ്റം, നന്മ മാത്രമേ പറയുള്ളൂ, നന്മ മാത്രമേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൂ, നന്മ മാത്രമേ അദ്ദേഹം കാണുള്ളൂ, നന്മ മാത്രമേ അദ്ദേഹത്തിലൂടെ പ്രതീക്ഷിക്കപ്പെടുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യന്മാരില്ലേ? അതെ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ത്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ പുഞ്ചിരി തൂങ്ങിയിട്ടായിരിക്കണം കാണേണ്ടത്. അത് ധർമ്മമായി മാറുന്നതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ ലീസ്റ്റിലെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഏറ്റവും നല്ല അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമല് മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ നീ സന്തോഷമിട്ട് കൊടുക്കുന്ന ആളായി മാറുക. രണ്ടാമതായിട്ട് മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ നിന്നിട്ട് വേദനയെ, ദുഃഖത്തെ, പ്രയാസത്തെ നീക്കുന്ന ആളായി മാറുക. മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദനയെ, പ്രയാസത്തെ, ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം കട്ടികൂടും ബന്ധം അടുക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം, മാതാപിതാക്കൾ, ആദ്യം മാതാപിതാക്കൾ, ചോരബന്ധമുള്ളവർ, ജ്യേഷ്ഠാന്യന്മാർ, പെങ്ങന്മാർ, അളാമ്മമാർ, മൂത്തമ്മമാർ, അമ്മായിമാർ, അതുപോലെ തന്നെ സ്വന്തം മക്കൾ, മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ എന്നീ വിഭാഗത്തിലൊക്കെ അങ്ങും ഇങ്ങും സ്നേഹമിട്ട് കൊടുക്കാൻ വേണ്ടി ഏത് സന്ദർഭത്തിലും അവരുടെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സന്തോഷമുണ്ടാകുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക എന്നത് പൊതുവേ മുസ്ലിങ്ങളിൽ അനിവാര്യമാണെങ്കിൽ സ്വന്തം ബന്ധപ്പെട്ടവരിൽ പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അതിന് കട്ടികൂടുന്നു അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ അത് ചെയ്യുമ്പോൾ. അതെ, ഔ തക്ഷിഫു അൻഹു കുർബ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ തൊട്ട് വേദന മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ ഈ അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്ലാം അനുവദിച്ചത്. എന്താ അനുശോചനം രേഖപ്പെടുത്തുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? ഒരു മനുഷ്യന് ദുഃഖമുണ്ടായാൽ, എന്ത് ദുഃഖമായിരുന്നാലും, പ്രത്യേകിച്ച് മരണം, ആ മരണം വന്നു കഴിഞ്ഞാൽ ആ മരണം കൊണ്ടുള്ളതായ പ്രയാസം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവാറുള്ളത് ഏറ്റവും കൂടിയ 3 ദിവസമാണ്. ആദ്യത്തെ ദിവസം വളരെ കൂടുതലായിരിക്കും, രണ്ടാം ദിവസം അല്പം കുറയും, മൂന്നാം ദിവസം പിന്നെയും കുറയും, 4-ാം ദിവസമാകുമ്പോൾ മറക്കാൻ ആരംഭിക്കും.
അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കൽപ്പന 3 ദിവസം മാത്രമേ അനുശോചന രേഖപ്പെടുത്താവൂ എന്ന്. 3 ദിവസം മാത്രമേ രേഖപ്പെടുത്താവൂ എന്ന് പറഞ്ഞാൽ 3 ദിവസം നമ്മുടെ മുമ്പിൽ അവരുണ്ടെങ്കിലാണ്. അല്ലാത്ത പക്ഷം ഒരു പുതുതായിട്ട് ഒരാൾ യാത്ര ചെയ്ത് വരികയാണ്, അദ്ദേഹം ആ മരിച്ച വീട്ടിലേക്ക് പോകുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിൽ പോയി എന്ത് പറയാം? അനുശോചനം രേഖപ്പെടുത്തേണ്ടതായ പദങ്ങൾ പറയാം. അള്ളമല്ലാഹു അജ്റക്കും അഹ്സനല്ലാഹു അദാക്കും, അറബി ഭാഷ അസാക്കും, ഗഫറല്ലാഹു ലിമയ്യിതിക്കും, നിങ്ങളുടെ പ്രയാസം അള്ളാഹു ദൂരപ്പെടുത്തട്ടെ, നിങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ, നിങ്ങളുടെ മയ്യത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നീ പദങ്ങളൊക്കെ പറയാം. 1 മാസം കഴിഞ്ഞാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയതാണല്ലോ. 1 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഖബർ സ്ഥലത്തിലേക്ക് പോയാൽ വരേക്കും നമസ്കരിക്കാമെന്നാണ്. ഏത്? നമ്മുടെ ഉമ്മ മരിച്ച വാർത്ത, വാപ്പ മരിച്ച വാർത്ത, അല്ലെങ്കിൽ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ച വാർത്ത കിട്ടി നാട്ടിലേക്ക് 1 മാസം കഴിഞ്ഞിട്ടാണ് എത്തിയതെങ്കിൽ, 1 മാസത്തിൻ്റെ ഉള്ളിലാണ് എത്തുന്നതെങ്കിൽ നമുക്ക് ഖബറിലേക്ക് പോയിട്ട് അവിടുന്ന് ഖബറിൻ്റെ മീതെ വെച്ചിട്ട് എന്ത് ചെയ്യാം? മയ്യത്ത് നമസ്കരിക്കാം. പിന്നെ 1 മാസം കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം മുഷിയുന്ന ടൈമായി എന്നതുകൊണ്ട് തന്നെ പിന്നെ നമസ്കരിച്ചോളണമെന്നില്ല, പിന്നെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, നമസ്കരിച്ചോളണമെന്നില്ല. പറഞ്ഞു വരുന്നത് എന്തിനാണ് ആ അനുശോചനം സുന്നത്താക്കിയത് ഇസ്ലാമിൽ? അതിൻ്റെ പിന്നിലുള്ള രഹസ്യവും മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ നിന്നിട്ട് ദുഃഖത്തെ മാറ്റി നിർത്തൽ മറ്റൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് എന്നതുകൊണ്ടാണ്. ദുഃഖത്തെ മാറ്റി നിർത്താൻ വേണ്ടിയാണ്, എന്നല്ലാതെ ദുഃഖം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല. മരിച്ചവരുടെ വീട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് ആ വീട്ടുകാരുടെ മുമ്പിലോ അദ്ദേഹം മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് നമ്മളും കരയാൻ നിൽക്കേണ്ടതല്ല. നമ്മൾ കരഞ്ഞാൽ കരച്ചിലോട് കരച്ചിൽ കൂടിയെന്നല്ലാതെ ആ പോക്ക് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല, അനുശോചനം രേഖപ്പെടുത്തലായി മാറൂല. മറിച്ച് നീ അവിടെ പോയത് കൊണ്ട് എന്താണ് ഇസ്ലാം വിരോധിച്ചതായ ഒരു ഭാഗമുണ്ട്. എന്ത്? അവിടെ പോയിട്ട് അട്ടഹാസിക്കുക, അവിടെ പോയിട്ട് ശബ്ദ കോലാലമുണ്ടാക്കുക, അത് വൻദോഷമാണ്. അത് വൻദോഷമാണ്, ഇസ്ലാം വിരോധിച്ചതായ തെറ്റായ ഭാഗമാണ്. മരിച്ചവരുടെ വീട്ടിൽ പോയിട്ട് കരയലും അവിടുന്ന് ശബ്ദ കോലാലം ഉണ്ടാക്കലും. സ്വാഭാവികമായിട്ട് മനുഷ്യനിൽ ഉണ്ടാവുന്നതായ കരച്ചിലുകൾ ഉണ്ടാവാം, നമ്മുടെ വിഷയം അതല്ല. അത് അങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞപ്പോൾ നീട്ടി വലിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കുർബത്ത് പറയുമ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ഹദീസിനേക്കാളും കട്ടിയുള്ള വേറൊരു ഹദീസ് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അതെന്താണ്? അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ. ഒരു മുസ്ലിമിനെ തൊട്ട് എന്തെങ്കിലും വേദനയുള്ള ഭാഗത്തെ നീക്കം ചെയ്താൽ, പ്രയാസത്തെ നീക്കം ചെയ്താൽ, പരലോകത്തിൽ അവന് വരാൻ പോകുന്ന പ്രയാസങ്ങൾ റബ്ബ് നീക്കം ചെയ്യുന്നതാണ്. ഒരു പ്രയാസം നീ ഇവിടെ നീക്കം ചെയ്താൽ അവിടെ പ്രയാസങ്ങളെ നീക്കം ചെയ്യും. മുഅ്മിനെ തൊട്ട്, സത്യവിശ്വാസിയെ തൊട്ട്. ഒമൻ യസ്സറ അലാ മുഅ്സിനിൻ യസ്റഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ഒരു പ്രയാസമുള്ള ആൾക്കാർക്ക് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ അവൻ്റെ പ്രയാസത്തെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ഒരു മുസ്ലിമിൻ്റെ രഹസ്യവാർത്തയെ ഒരാൾ മറച്ചു വെക്കുകയാണെങ്കിൽ അവൻ്റെ ഐബിനെ, കുറവിനെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും മറച്ചു വെക്കുന്നതാണ്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കുറവ്, ഇല്ലേ? ജനങ്ങൾ അറിഞ്ഞു പോകരുത്, ജനങ്ങൾ കണ്ടുപോകരുത്, ജനങ്ങൾ കേട്ടുപോകരുത്, ഉമ്മയും വാപ്പയും ജ്യേഷ്ഠനും പ്രത്യേകിച്ച് അറിഞ്ഞു പോകരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തു കൂട്ടി എന്തെല്ലാമുണ്ട് പലരുടെ ജീവിതത്തിൽ. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നാം മറ്റുള്ളവരുടെ കുറവിനെ പുറത്താക്കുകയാണെങ്കിൽ നമ്മുടെ കുറവിനെ അല്ലാഹു പുറത്താക്കും. അതേസമയത്ത് നാം മറ്റുള്ള കുറവിനെ മറ്റുള്ളവരോട് പറയാതെ, ആരോടും പറയാതെ, പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയാം. അതൊക്കെ ഗീബത്ത് അനുവദനീയമായ ശരി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരോട് തിൽമീദന്മാരെ കുറിച്ച് പറയാം. എന്തുകൊണ്ട്? തിൽമീദന്മാർ എന്ന് പറഞ്ഞാൽ ഇത് വിദ്യാർത്ഥികളുടെ കുറവ് ഉസ്താദന്മാരോട് പറഞ്ഞാൽ അതിനെ മാറ്റേണ്ട ബാധ്യത അദ്ദേഹത്തിലുണ്ട്. മാറ്റാനത് സഹായകമാകുമെന്ന് കണ്ടാൽ പറയാം. ആരോട്? അധ്യാപകനോട്. അതുപോലെ തന്നെ കുട്ടികളിലുള്ള കുറവുകളെ മാതാപിതാക്കളോട് പറയാം എന്നല്ലാതെ പറയാൻ പാടില്ലാത്തതായ രഹസ്യങ്ങൾ, മനുഷ്യന്മാരിലൊക്കെ എന്തെല്ലാം കുറവുകൾ ഉണ്ടാവാം. ആ കുറവുകളെ നാം ഇപ്പോൾ കുറവുകൾ പറയലല്ലോ, വീർപ്പിക്കലാ. കുറവ്
വീർപ്പിക്കല, പറഞ്ഞ് ഇല്ലാത്തതുണ്ടാക്കി ചെറിയ ഹബ്ബയെ കുബ്ബയാക്കി മാറ്റും. അറബി ഭാഷയിൽ ഹബ്ബ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയ അതിനെ കുബ്ബ എന്ന് പറഞ്ഞാൽ അറിയാലോ, കുബ്ബ വലുതാണ്. ഹബ്ബ കുബ്ബയാക്കി മാറ്റലാണിപ്പോൾ. ചെറുത് വലുതാക്കി മാറ്റും. അതേസമയത്ത് മൂപ്പരുടെ കൂടെയുള്ള കുറവ് അതിനേക്കാളും ഹൈറ്റും വൈറ്റും ഉള്ളതൊക്കെ ആയിരിക്കാം. അത് കൂട്ടാക്കേല, അത് നോക്കേല, അത് ശ്രദ്ധിക്കൂല. അത് മനുഷ്യ സ്വഭാവമാണ്. അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ റസൂൽ പറഞ്ഞ ശൈലിയാണ് ഒമൻ സത്തറ മുസ്ലിമാൻ, ഒരു മുസ്ലിമിന്റെ കുറവിനെ ഒരാൾ മറച്ചു വെച്ചാൽ സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവന്റെ കുറവ് മറച്ചു വെക്കുന്നതാണ്. ചില ആൾക്കാരുടെ ഡ്യൂട്ടി തന്നെ ഉറക്കും ഊണും കഴിഞ്ഞിട്ട് അയാൾ എന്ത് കാട്ടി, ഇയാളെന്ത് കാട്ടി, അവളെന്ത് ചെയ്ത്, ഇവരെന്ത് ചെയ്ത്, ഇത് നോക്കല. എന്നിട്ട് അത് എപ്പോഴെല്ലാം ചാൻസ് കിട്ടുന്നു അപ്പോൾ പറയാൻ വേണ്ടി ഓർമ്മിച്ച് വെക്കല. കമ്പ്യൂട്ടറിന് വരെ അത്ര കഴിവുണ്ടാവില്ല, അത്ര ഓർമ്മ ശക്തിയിൽ ഓർമ്മിച്ച് വെക്കല. എന്തിന്? ആ കുറവ് അങ്ങോട്ട് പറയാൻ വേണ്ടി. അതേസമയത്ത് ഈ പറയുന്ന റസൂല് പറയുന്ന ഇനത്തിൽ പെടണമെങ്കിൽ വല്ല കുറവ് കണ്ടാൽ ആ കുറവിനെ നികറ്റാൻ പറ്റുമെങ്കിൽ നികറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാത്ത പക്ഷം അതിനെന്ത് ചെയ്യുക? മറച്ചു വെക്കുക. പറയൽ നിർബന്ധമാകുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ പറയുകയും ചെയ്യാം. അതെവിടെയാണ്? ഹാദിർ എടുക്കലേക്ക്, കോർട്ടിലേക്ക് പോയി പറയേണ്ട, പറഞ്ഞ ഫലം കിട്ടുന്നതായ ചില കുറവുകൾ ഉണ്ടാകും അല്ലേ? ഒരു മലയാളി കള്ള് കാച്ചാണ് കുന്നിൻ്റെ താഴെ. അത് കണ്ട മലയാളി മുസ്ലിം അല്ല, അയാൾ കാച്ചിക്കോട്ടെ നോക്കാൻ പറ്റുമോ? പറ്റില്ല. അതെന്ത് വേണം? അത് ഹൈഅത്തിനോട് പോയി പറയണം. അത് ബാധ്യതയാണ്. അതിനെ മാറ്റം ചെയ്യില്ല. അത് അങ്ങനെ അതിലൂടെ ഉമ്മത്ത് മുഹമ്മദ് നശിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മനുഷ്യൻ്റെ തെറ്റുകളിൽ മറ്റവരിലേക്ക് അതിൻ്റെ ഷർറ് വ്യാപകമാകുന്ന തെറ്റാണെങ്കിൽ കേട്ടോളീൻ, അത് പറയൽ നിർബന്ധമാണ് പറയേണ്ടവരോട്. ഏത്? ഒരു മനുഷ്യൻ ചെയ്യുന്നതായ തെറ്റ്, ആ തെറ്റ് മുസ്ലിങ്ങളിലേക്ക്, അവരുടെ അഭിമാനത്തിലേക്ക്, അവരുടെ അഖ്ലാഖിലേക്ക്, അവരുടെ വിശ്വാസത്തിലേക്ക്, അവരുടെ ആദർശത്തിലേക്ക്, അവരുടെ സ്വഭാവത്തിലേക്ക് അത് വ്യാപകമാകുമെന്ന് കണ്ടാൽ അങ്ങനെയുള്ള കുറവുകൾ എന്ത് വേണം? നാം മറച്ചു വെക്കാൻ പാടില്ല, പറയേണ്ടവരോട് പറയണം. അല്ലാത്ത കുറവുകളായി പറഞ്ഞത് ഒമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ഒരു മുസ്ലിമിന്റെ കുറവിനെ ഒരാൾ മറച്ചു വെച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും അവരുടെ കുറവിനെ അള്ളാഹു മറച്ചു വെക്കുന്നതാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദ്, അള്ളാഹു അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. മാക്കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ഒരു അടിമ അവൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ നാം ഒരു സഹോദരനെ സഹായിക്കണമെന്ന നിർബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മല പോലെ വരുന്നത് മഞ്ഞുപോലെയായി മാറും. നമ്മുടെ പ്രശ്നങ്ങൾ മല പോലെ വരുന്നത് മഞ്ഞുപോലെയായി മാറും. അല്ലാഹ് നമ്മെ സഹായിക്കും, ഉറപ്പാണ്, സംശയമില്ല. അനുഭവസ്ഥർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം, അവരോട് ചോദിച്ചു നോക്കൂ. എത്രയോ ആൾക്കാർ പറയാറുണ്ട്, നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ തന്നെ അവരുടെ ജീവിത ലക്ഷ്യം തന്നെ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരോട് സഹകരിക്കണം എന്ന രൂപത്തിൽ ജീവിച്ചത് കൊണ്ട് പ്രയാസമില്ലാത്ത അവർക്ക് ജീവിക്കാൻ സാധിച്ച അവരുടെ ഭാര്യ മക്കളുടെയും അവരുടെ വീട്ടിലെയും പ്രശ്നങ്ങളൊക്കെ റബ്ബ് പരിഹരിച്ചു കൊടുത്ത എത്ര സംഭവങ്ങൾ എൻ്റെ ഈ നീണ്ട ഈ മദീനയിൽ ജീവിച്ച ജീവിതത്തിലൂടെ എൻ്റെ ക്ലാസ് മെമ്പർമാരിൽ തന്നെ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. അള്ളാഹു ആയിനത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ.